പ്രത്യേക തീവ്ര പരിഷ്കരണത്തിന് ശേഷം ബീഹാറിൽ കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. സെപ്റ്റംബർ 1 വരെ വോട്ടർ പട്ടിക സംബന്ധിച്ച് നിയമസഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഓഫീസറിന് പുറമെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറിനും പരാതികൾ നൽകാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് പ്രകാരം മുൻപ് രജിസ്റ്റർ ചെയ്ത 7.89 കോടി വോട്ടർമാരിൽ 7.24 കോടി പേർ തങ്ങളുടെ വിവരങ്ങൾ പുതുക്കി നൽകി. മരണപ്പെട്ട 22 ലക്ഷം പേരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. 7 ലക്ഷം പേരുകളിൽ ഇരട്ടിപ്പ് കണ്ടെത്തി. കൂടാതെ 35 ലക്ഷം വോട്ടർമാർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറിയിട്ടുമുണ്ട്. എസ് നന്ദഗോപൻ ചേരുന്നു കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി. നന്ദൻ, പ്രത്യേക തീവ്ര പരിഷ്കരണത്തിന് ശേഷം ബീഹാറിൽ കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കുകയാണ്. എന്തായാലും ഇതിൽ പരാതിയുള്ളവർക്ക് ഓഫീസറെ, അധികൃതരെ സമീപിക്കാം എന്നും പറയുന്നുണ്ട്. എന്തായാലും ഒരു കൃത്യമായ അഴിച്ചുപണി തന്നെയല്ലേ ഇതിന്മേൽ നടന്നിരിക്കുന്നത്? രോഹിണി, ബംഗ്ലാദേശിൽ നിന്നും അതേപോലെ തന്നെ മ്യാൻമാറിൽ നിന്നും ഒപ്പം തന്നെ നേപ്പാളിൽ നിന്നും അടക്കം ബീഹാറിലേക്ക് വലിയ കുടിയേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ബോധ്യമായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ബീഹാറിലെ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം ലക്ഷ്യം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടിക്കെതിരെ വലിയ പ്രതിഷേധങ്ങളായിരുന്നു കോൺഗ്രസും അതേപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ സഖ്യവും മറ്റും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഏതാണ്ട് 65 ലക്ഷത്തോളം ആൾക്കാർ അനധികൃത വോട്ടർമാരാണ് എന്നുള്ളതാണ് ഈ തീവ്ര പരിഷ്കരണത്തിലൂടെ ഏതാണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യമായിട്ടുള്ളത്. മരണപ്പെട്ടവർ തന്നെ ഏതാണ്ട് 22 ലക്ഷം പേർ ഈ നേരത്തെ മുൻപുണ്ടായിരുന്ന പട്ടികയിലുണ്ടായിരുന്നു. മാത്രമല്ല മൊത്തം ബീഹാറിലെ വോട്ടർമാർ എന്ന് പറയുന്നത് 7.89 കോടി ജനങ്ങളാണ്. ഇതിൽ 7.24 കോടി ജനങ്ങൾ ഇതിനോടകം തന്നെ ഈ പുതിയ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പുതിയ ഫോം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഏതാണ്ട് 35 ലക്ഷത്തിലധികം വോട്ടർമാരാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറിയിരിക്കുന്നത്. അങ്ങനെ ഇരു സംസ്ഥാനങ്ങളിലും അവർക്ക് വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ട് എന്നുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയത്. അങ്ങനെ 65 ലക്ഷത്തിലധികം വോട്ടുകളാണ് ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കരട് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് സുതാര്യമായ നടപടി വേണം, കൂട്ടത്തോടെ ഒഴിവാക്കരുത്, അല്ലെങ്കിൽ കൂട്ടത്തോടെ പേരുകൾ ഒഴിവാക്കരുത് എന്നുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നൽകിയിരുന്ന നിർദ്ദേശം. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനത്തിൽ തങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, ഇല്ലെങ്കിൽ ഈ കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളുണ്ടെങ്കിൽ അത് 1 മാസത്തിനകം തന്നെ അത് ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസറെ അറിയിക്കുവാനുള്ള സാഹചര്യമുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതുമായി ബന്ധപ്പെട്ട കരടിൻ്റെ കോപ്പി നൽകുന്നുണ്ട്. മാത്രമല്ല വ്യക്തികൾക്കും ഇത് കൃത്യമായി തങ്ങളുടെ പേരുണ്ടോ എന്നുള്ളത് പരിശോധിക്കുവാനുള്ള അവസരമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ അടുത്ത 1 മാസത്തിനകം തന്നെ 38 ജില്ലകളിലും പ്രത്യേക തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുണ്ട്, അവർക്ക് പരാതി നൽകാം. ഒപ്പം തന്നെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും പ്രത്യേകമായി ഇലക്ഷൻ ഓഫീസർമാരുണ്ട്, അവർക്കും പരാതി നൽകുവാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ ബീഹാറിലെ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട്, വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിലടക്കം വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. ഇന്നും ഈ 0 അവറിൽ ഇതുമായി ബന്ധപ്പെട്ട് സഭ നിർത്തിവെച്ച് ഈ വിഷയം, ബീഹാറിലെ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യം പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട്. ഇത് ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം നിരന്തരം സഭ സ്തംഭിപ്പിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും ഇന്നിപ്പോൾ പുറത്തിറങ്ങാൻ പോകുന്ന ഈ കരട് വോട്ടർ പട്ടികയിൽ അതിൽ എത്ര പേർ ആക്ഷേപം ഉന്നയിക്കുന്നു എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണേണ്ടിയിരിക്കുന്നു. ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.